ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മലയാളി ഇൻവെസ്റ്ററായ പൊറിഞ്ചി വെളിയത്തിൻ്റെ സ്റ്റോക്ക് ഹോൾഡിങ്സിനെ പറ്റിയാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്സുകളാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആ സ്റ്റോക്കുകളുടെ ടെക്നിക്കൽ ലെവൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് എഡ്ജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റേഴ്സ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷെയർ ഹോൾഡിങ്സ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് പൊറിഞ്ചി വെളിയത്താണ്. അപ്പോൾ പൊറിഞ്ചി വെളിയത്തിൻ്റെ ഷെയർ ഹോൾഡിങ്സിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ അദ്ദേഹം മേടിച്ച സ്റ്റോക്സുകളും ആ ഒരു പേഴ്സൻറ്റേജും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റോക്സ് ഡ്യൂറോപ്ലൈ ഇൻഡസ്ട്രീസ് ആണ്. 6.45% ആണ് അത് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സിൻ്റെ ടെക്നിക്കൽ ലെവൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്റ്റോക്സ് ഇപ്പോൾ അപ്പ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഒന്ന് റീടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും അപ്സൈഡ് കാണിക്കുകയാണെങ്കിൽ ഈ ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഈ ലെവലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാനും ചാൻസ് ഉള്ള ഒരു സ്റ്റോക്കാണ്. ഇനിയിപ്പോൾ നമ്മൾ താഴേക്കാണെങ്കിൽ ഈ ഒരു സ്റ്റോക്സ് ഈ ഒരു നമ്മുടെ ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്ത് തിരിച്ച് അപ്സൈഡ് പോവുകയാണെങ്കിൽ, അപ്സൈഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഷെയറാണ്. ഈ ഒരു ലെവലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇപ്പോൾ ഇത് അപ്സൈഡാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഔട്ടിന് വേണ്ടി നമുക്ക് നോക്കാം. ബ്രേക്ക്ഔട്ട് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഇതാണ് ഡ്യൂറോപ്ലൈയുടെ ടെക്നിക്കൽ ലെവൽസ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്തെന്ന് നോക്കാം, വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നത് കേരള ആയുർവേദയാണ്. അപ്പോൾ കേരള ആയുർവേദ ലിമിറ്റഡ് നമുക്ക് ജസ്റ്റ് നോക്കാം ലെവൽസ്. അപ്പോൾ ഇതും നല്ല രീതിയിൽ അപ് ട്രെൻഡിൽ പോയിട്ടുണ്ട്. അപ്പോൾ അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്സിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം താഴേക്ക് വരാനായിട്ട്. അതായത് മാർക്കറ്റിൽ ഒരു കറക്ഷനൊക്കെ വരുമ്പോൾ ഈ സ്റ്റോക്സിലൊക്കെ താഴേക്ക് വരുന്നതാണ്. ആ സമയത്ത് നമുക്ക് ഈ ഒരു ടെക്നിക്കൽ ലെവൽ അനുസരിച്ച് ഈ ഒരു സപ്പോർട്ടിലൊക്കെ ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബൈ എടുത്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഇനിയിപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ വരെ പോകാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് ഒരു സെൽ പ്രഷർ വരാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഇത് വീണ്ടും ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതായത് ഈ ഒരു സ്റ്റോക്സ് ഈ ഒരു സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കറക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്, താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ, റീടെസ്റ്റ് ചെയ്ത് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ലെവലിൽ പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ബൈ റെക്കമെൻഡേഷൻ കോളൊന്നുമല്ല, ജസ്റ്റ് ടെക്നിക്കൽ ലെവൽ അനുസരിച്ച് പറയുന്നുള്ളൂ. പിന്നെ അടുത്ത സ്റ്റോക്സ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് മെക്ഡോവൽ ഹോൾഡിങ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ലെവൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു സ്റ്റോക്സും ഇപ്പോൾ ഒരു അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്സ് ഇനി താഴേക്ക് വരാണെങ്കിൽ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ടച്ച് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ, ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്സ് ആണെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ലെവലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ചെറിയൊരു കറക്ഷൻ ആണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഈ ലെവൽസ് കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. കാരണം മുമ്പും ആ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്താണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് വീണ്ടും ഒരു പക്ഷേ ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിലും നമുക്ക് ബൈ എടുത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാന്ന് തോന്നുന്നു. ഈ ലെവലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഹൈകൾ നമ്മൾ കണക്ട് ചെയ്ത് ഇതുപോലെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്സ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഓറം പ്രോപ്ടെക് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ലെവൽസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് ഒരു അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്, ഒരു സപ്പോർട്ട് നിൽക്കുന്നുണ്ട്.
സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ടോ നോക്കാം. തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഹൈ എടുത്ത് പോകാനും ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഈ ലെവലിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അത് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് റെഡിലാണ്. പക്ഷെ നമുക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വാച്ച് ചെയ്ത് നോക്കാം. ഈ സ്റ്റോക്സ് എപ്പോഴാണ് ഇത് ഗ്രീൻ ക്യാൻഡിൽ വരുന്നത് ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിലാണ് ഇപ്പോൾ ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ട്രെൻഡ് ലൈൻ ഇപ്പോൾ ഇത് സപ്പോർട്ടായി നിൽക്കുന്നത്. ഇനി അടുത്ത സ്റ്റോക്സ് ഹോൾഡിംഗ് ഉള്ളത് ഓറിയന്റ് ബെല്ലാണ്. അപ്പോൾ അതിൻ്റെ ലെവൽസ് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഇവിടുന്ന് കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇതൊരു ഡൗൺ ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് ഇനി ഈ ഒരു സ്റ്റോക്സ് ഈ ഒരു ലെവൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാന്ന് തോന്നുന്നു. വീണ്ടും ഈ ഒരു ലെവലിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാം ഒരു കറക്ഷന് വേണ്ടി. ഈ ഒരു ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്ത് തിരിച്ച് ഇതേപോലെ കയറുന്ന കണ്ടു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഭയങ്കര ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ ഡൗൺ ട്രെൻഡിലാണ്. അടുത്ത സ്റ്റോക്സ് AUNS ഡിജിറ്റൽ ടെക്നോളജിയാണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു സ്റ്റോക്സിന് ഡാറ്റാസ് അധികം കിട്ടുന്നില്ല. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റോക്സ് നോക്കാം. കയ ലിമിറ്റഡ് ആണ്. അത് 3.2% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഉടനെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഒരു ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതായത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് അപ്സൈഡ് കാണിക്കുകയാണെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. കയ ലിമിറ്റഡ്. ഇനി അടുത്ത സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നത് അൻസാൽ ബിൽഡ്വെൽ ലിമിറ്റഡ് ആണ്. അപ്പോൾ അൻസാൽ ബിൽഡ്വെൽ ലിമിറ്റഡ് ലെവൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതും നല്ല രീതിയിൽ അപ് ട്രെൻഡിൽ ഇപ്പോൾ കയറി നിൽക്കുകയാണ്. ജസ്റ്റ് നമുക്ക് ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് റെസിസ്റ്റൻസ് ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു ലെവലോ റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാൻ പറ്റുന്ന സ്റ്റോക്കാണെന്ന് തോന്നുന്നു. തിരിച്ച് പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല ഈ ഒരു ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്കാണെങ്കിൽ നമ്മൾ ഈ ഒരു സപ്പോർട്ട് നോക്കിയാൽ മതി. ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്ന സമയത്ത് നമുക്ക് ബൈ എടുത്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. തിരിച്ച് ഈ ഒരു ലെവലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്തൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയാണ്. അതായത് നമുക്ക് ഫേമസ് ആയ ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്യുന്ന സ്റ്റോക്സുകൾ സെലക്ട് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് അതിൽ നമുക്ക് ഇതേപോലെ ടെക്നിക്കൽ ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് എപ്പോഴാണ് മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരുന്നത്, അതല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്സിൽ കറക്ഷൻ വരുന്നത്, ആ സമയത്ത് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ സപ്പോർട്ട് ലെവൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ആ ഒരു സ്റ്റോക്സുകൾ നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉള്ളതാണ്. ഇനി അടുത്ത സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നത് RPSG വെഞ്ചേഴ്സ് ലിമിറ്റഡ് ആണ്. അത് 1.56% ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലെവൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റോക്സിൽ ഇതാണ് സപ്പോർട്ട് ലെവലിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഈ റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് തിരിച്ച് താഴേക്ക് വരാണ്. അപ്പോൾ ഇനി ഈ സ്റ്റോക്സ് നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ ഇതേപോലെ തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്സ് ആണെന്ന് തോന്നുന്നു. ഇത് ഈ ഒരു ഹൈയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്സ്
ആരോ ഗ്രീൻ ടെക് ലിമിറ്റഡ് ആണ്. അത് 1.6% ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലെവൽസ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഹൈഡ് എടുത്ത് വന്നിട്ടുണ്ട്. ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് ഈ സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ ഇത് നോക്കേണ്ടത് ഈ സ്റ്റോക്സിൽ ഇത് ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് പിന്നെ റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് കയറാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്സ് താഴേക്ക് വന്ന് നമ്മുടെ ഈ ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്ത് അവിടുന്ന് ഇതേപോലെ ഒരു ബൈ ചാൻസ് വരാണെങ്കിൽ നമുക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഹൈ പോകാനോ അതല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് പോകാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ആരോ ഗ്രീൻ ടെക് കൂടി നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത ഹോൾഡിംഗ് ഉള്ള ഷെയർ PG Foils ആണ്. അത് 1.6% ഹോൾഡിംഗ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ലെവൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഹൈകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ലോ തമ്മിൽ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഈ രണ്ട് ട്രെൻഡ് ലൈനും നടുക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി മാർക്കറ്റ് ഈ താഴേക്ക് വരാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാൻ പറ്റുന്ന സ്റ്റോക്കാണ്. ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ ലോ തമ്മിൽ കണക്ട് ചെയ്താണ് ട്രെൻഡ് ലൈൻ വരയ്ക്കേണ്ടത്. അതുപോലെ ഈ ഹൈ തമ്മിൽ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനും വരയ്ക്കാം. അതിനുശേഷം എപ്പോഴാണ് ഒന്നുകിൽ സപ്പോർട്ട് ടച്ച് ചെയ്തോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തോ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ബൈ ചാൻസ് ഉള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് മാക്സ് ഇന്ത്യ ആണ്. മാക്സ് ഇന്ത്യ ലിമിറ്റഡ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇപ്പോൾ അപ്പ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു കറക്ഷൻ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ട്രേഡിംഗ് വ്യൂവിലാണെങ്കിൽ നമ്മുടെ Gmail ID വെച്ച് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റോക്സിൽ സെലക്ട് ചെയ്ത് ടെക്നിക്കൽ ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ആ സ്റ്റോക്സുകളും നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസും പോകത്തില്ല. അത് നമുക്ക് എപ്പോഴെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ മാർക്ക് ചെയ്ത ലെവലിലേക്ക് ഈ ഏതെങ്കിലും സ്റ്റോക്സ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ മാക്സ്വെല്ലിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, തിരിച്ച് കയറി. ഇനി വീണ്ടും താഴേക്ക് വന്ന് ഈ ലെവലിൽ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. ഈ ഒരു ലെവലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇനി പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പുതിയ ഹൈ എടുത്തോ അത് ബ്രേക്ക് ചെയ്ത് പോകാൻ ചാൻസ് ഉള്ളതാണ്. ഇനി അടുത്ത സ്റ്റോക്സ് നമുക്ക് നോക്കാം. അത് സെൻഡം ഇലക്ട്രോണിക്സ് ആണ്. അത് 1.01% ആണ് ഹോൾഡിംഗ് ഉള്ളത്. ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതും ഇപ്പോൾ നല്ല രീതിയിൽ അപ്പ് സൈഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. അതായത് 209 രൂപയുടെ സ്റ്റോക്സ് ഇപ്പോൾ 1630 രൂപയിലാണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിലൊക്കെ നല്ല ഗ്രോത്ത് ആയിരിക്കും. ഇതുപോലെ നല്ല ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്യുന്ന സ്റ്റോക്സുകളൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിലൊക്കെ നല്ല രീതിയിൽ അത് സ്മോൾ ക്യാപ്പൊക്കെ ലാർജ് ക്യാപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ്. നമുക്കിതിൻ്റെ ലെവൽസ് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഇവിടെ നിന്ന് വീണ്ടും ഒരു അപ്പ് സൈഡ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്കിവിടുന്ന് ബൈ എടുത്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉള്ളതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ കറക്ഷനാണ് നോക്കണമെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരാൻ ചാൻസ് ഉണ്ട്. ആ ലെവൽ ടച്ച് ചെയ്ത് തിരിച്ചൊരു അപ്പ് സൈഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ലെവലോ അത് ബ്രേക്ക് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട് ഫ്യൂച്ചറിലേക്ക്. ഇനി അടുത്ത സ്റ്റോക്സ് നോക്കാം. അടുത്തത് കൊക്കോയോ കാംലിൻ ആണ്. അത് 1.01% ആണ് ഹോൾഡിംഗ് ഉള്ളത്. അപ്പോൾ ആ ഷെയർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതും ഒരു ഹൈന്ന് ടച്ച് ചെയ്ത് ഒരു കറക്ഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ
ലെവൽസ് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇനി ഈ സ്റ്റോക്സ് നമ്മുടെ ഇപ്പോൾ ഒരു കറക്ഷൻ വരുന്നുണ്ട്. നമ്മൾ ഈ സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് ഈ ഒരു സപ്പോർട്ടിലോ അല്ലെങ്കിൽ ഈ സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ലെവലിൽ പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ലെവലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാനും ചാൻസ് ഉള്ള സ്റ്റോക്കാണ്. അപ്പം ജസ്റ്റ് ഒരു കറക്ഷന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു കറക്ഷൻ കാണിക്കുന്നുണ്ട്, കണ്ടോ, ഡൗൺ സൈഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. ടച്ച് ചെയ്ത് അത് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പുള്ളി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സുകൾ. പിന്നെയും കുറച്ച് സ്റ്റോക്സുകളൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ പേഴ്സൻറ്റേജ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് 1% മുതൽ മുകളിലേക്ക് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സുകളാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ സ്റ്റോക്സുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റോക്ക് ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്സുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് നമ്മൾ ഇതേപോലെ ടെക്നിക്കൽ ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ ആ ഒരു സ്റ്റോക്സിലോ അല്ലെങ്കിൽ മാർക്കറ്റിലോ ഒരു കറക്ഷൻ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏതെങ്കിലും സ്റ്റോക്സുകൾ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന സപ്പോർട്ട് ലെവലിൽ ടച്ച് ചെയ്ത് വീണ്ടും റിവേഴ്സ് ചെയ്ത് കയറുന്നുണ്ടോ നോക്കാം. അങ്ങനെ കയറുകയാണെങ്കിൽ നമുക്കൊന്ന് ബൈ എടുക്കാവുന്നതാണ്. ആ സ്റ്റോക്സുകൾ നല്ല രീതിയിൽ റിട്ടേൺ തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം ഇതിന്റെ മൂവ്മെന്റ്സ് ഒക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്ററിന്റെ ഷെയർ ഹോൾഡിംഗ് ലിസ്റ്റ് നമുക്ക് ഇതുപോലെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.